ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള അച്ചിങ്ങാപ്പയറും മുട്ടയും വെച്ചിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ല. അപ്പോൾ നമുക്ക് അച്ചിങ്ങ മുട്ടത്തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അച്ചിങ്ങ മുട്ടത്തോരൻ ഉണ്ടാക്കാനായിട്ട് 250 ഗ്രാം അച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. അധികം മൂക്കാത്ത അച്ചിങ്ങ വേണം ഇതിനായിട്ട് എടുക്കാനായിട്ട്. നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കണം. അച്ചിങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഒരു പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. സവാള എല്ലാം ഒന്ന് സോഫ്റ്റായി ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അച്ചിങ്ങാപ്പയറും കൂടി ചേർത്ത് കൊടുക്കാം. അച്ചിങ്ങാപ്പയർ ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. പയർ ചേർത്ത് 2-3 മിനിറ്റ് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞ് 2-3 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. മസാല എല്ലാ അച്ചിങ്ങയിലൊന്ന് പിടിച്ചു വരണം. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം തെളിച്ച് കൊടുക്കണം. ഇനി പാനൊന്ന് മൂടി വെച്ച് സ്റ്റവ് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. അച്ചിങ്ങയെല്ലാം പാകത്തിനൊന്ന് കുക്കായിട്ട് വരണം. അച്ചിങ്ങ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഞാൻ മൂടി മാറ്റി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അച്ചിങ്ങയെല്ലാം പാകത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി തോരൻ പാൻ്റെ സൈഡിലേക്ക് ഇതുപോലെ മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ നടുവിലേക്കായിട്ട് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ട വേണമെങ്കിൽ 2 എണ്ണമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ ഒരു വലിയ മുട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുട്ട ചേർത്ത് കഴിഞ്ഞ് തോരൻ മുട്ടയുടെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. 2 മിനിറ്റിന് ശേഷം സ്പൂൺ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി കൂടുതൽ നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മുട്ട നല്ലപോലെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കുക്കായിട്ട് വന്നാൽ മാത്രം മതി. അച്ചിങ്ങപ്പയർ മുട്ടത്തോരൻ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല രുചികരവുമായ നമ്മുടെ അച്ചിങ്ങ മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും ഇതുപോലെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.